ഹായ് ഹലോ ഫ്രണ്ട്സ്, ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വീഡിയോയിലോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് 2026 ആർമി എക്സാമിന് തയ്യാറെടുക്കുന്ന നേഴ്സിംഗ് അസിസ്റ്റൻറ്റിനും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ജനറൽ സയൻസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനകത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ ഓപ്ഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് അടുത്ത എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ഫുൾ വീഡിയോ എല്ലാവരും കാണുക, സ്കിപ്പ് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെയിൻ കണ്ടന്റിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് പാർട്ട് ഓഫ് ദ ബ്ലഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്ലോട്ടിങ്? നമുക്കറിയാം ബ്ലഡ് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലോട്ട് ചെയ്യുന്നുണ്ട്. ഈ ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ബ്ലഡിലെ ഏത് പാർട്ട് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. അതിന് ബയോളജിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സർക്കുലേറ്ററി സിസ്റ്റമാണ്, ബ്ലഡുമായിട്ട് റിലേറ്റഡ് ആണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ നോക്കി ഏതൊക്കെയാണ്? RBC അല്ലേ, റെഡ് ബ്ലഡ് സെൽസ്. ഓപ്ഷൻ ബി വൈറ്റ് ബ്ലഡ് സെൽസ്. ഓപ്ഷൻ സി പ്ലേറ്റ്ലെറ്റ്സ്. ദെൻ ഓപ്ഷൻ ഡി പ്ലാസ്മ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് ഇത് ഇത്രയും എന്താണ്, ബ്ലഡിനകത്ത് കാണപ്പെടുന്ന പാർട്ടിക്കിൾസ് ആണ്. RBC എന്ന് പറഞ്ഞാൽ എന്താണ്? RBC എന്താണ്? RBC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൺ മാരോയിലാണ് ഫോം ചെയ്യുക അല്ലേ. എവിടെയാണ് ഫോം ചെയ്യുക എന്ന് ചോദിച്ചാൽ എവിടെയാണ്? ബോൺ മാരോയിൽ അല്ലേ. ബോൺ മാരോയിൽ ഫോം ചെയ്യുന്നതാണ് സെൽസാണ് ഏതൊക്കെ? RBCയും അതുപോലെ തന്നെ ഏതാണ്? WBCയും. ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ബോൺ മാരോയിലാണ് ഫോം ചെയ്യുക. RBC സെൽസിൻ്റെ ലൈഫ് സ്പാൻ എന്നറിയപ്പെടുന്നത് എത്ര ദിവസം വരെയാണ് അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം ഏതാണ്? 120 ഡേയ്സ് അല്ലേ. 120 ദിവസമാണ് ഒരു RBC സെൽ എന്ത് ചെയ്യുക, ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് നിലനിൽക്കുന്നത്. അടുത്ത വൈറ്റ് ബ്ലഡ് സെൽസ് ആണെങ്കിൽ എങ്ങനെയാണ്? 13 തൊട്ട് 15 ഡേയ്സ് വരെ മാത്രമായിരിക്കും അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് പാർട്ട് ഓഫ് ദ ബ്ലഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്ലോട്ടിങ് അല്ലേ. ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട് ആ ബ്ലഡിനകത്തുള്ള ഏത് പാർട്ടാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത്? ഓപ്ഷൻ സി പ്ലേറ്റ്ലെറ്റ്സ് അല്ലേ. പ്ലേറ്റ്ലെറ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എന്താണ് ബ്ലഡിലെ പാർട്ടെന്ന് അറിയപ്പെടുന്നത്. ഇനി നോക്കിയേ, ബ്ലഡ് നമുക്കറിയാം ബ്ലഡിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് എന്തെന്ന് പറയുക? ഹെമറ്റോളജി അല്ലേ. ഹെമറ്റോളജി എന്നാണ് എന്തിനറിയപ്പെടുക? ബ്ലഡിനെ കുറിച്ചുള്ള സ്റ്റഡി എന്ന് അറിയപ്പെടുന്നത്. ഇനി നോക്കി, ഇനി നമ്മൾ പഠിക്കേണ്ട ഇതാണ്. ബ്ലഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ പറഞ്ഞു ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ബോഡിയിൽ ഏത് ഓർഗനാണ് നമ്മുടെ ബ്ലഡിനെ എന്ത് ചെയ്യുക, പ്യൂരിഫൈ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കിഡ്നി. കേട്ടിട്ടുണ്ടോ? കിഡ്നിയാണ് എന്തെന്ന് പറയുക, നമ്മുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഓർഗൻ എന്നറിയപ്പെടുന്നത്. ബ്ലഡിനെ പമ്പ് ചെയ്യുന്ന നമ്മുടെ ബോഡിയിലോട്ട് എല്ലാത്തിനെയും പമ്പ് ചെയ്യുന്ന ഓർഗനാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? ഹാർട്ട് എഴുതണം. ക്ലിയർ ആണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്, ഡൗട്ടൊന്നും ഇല്ല. അത് നമ്മൾ ബ്ലഡ് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലഡിനകത്തുള്ള ഏത് പാർട്ടാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? പ്ലേറ്റ്ലെറ്റ്സ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ദ യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് എന്താണ് പറഞ്ഞേക്കുന്നത്? ബ്ലഡ് ഗ്രൂപ്പ് എന്ത് ചെയ്തു? നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ് ഏതൊക്കെയാണ്? A ഗ്രൂപ്പ് ഉണ്ട്, B ഗ്രൂപ്പ് ഉണ്ട്, AB ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ O ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. ഇത്രയാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത്. അതിനകത്ത് AB പോസിറ്റീവ് ഉണ്ട്, O നെഗറ്റീവ് ഉണ്ട്, A പോസിറ്റീവ് ഉണ്ട്, B നെഗറ്റീവ് ഉണ്ട്, ഇങ്ങനെ ബ്ലഡ് ഗ്രൂപ്പുകളുണ്ട്. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ്. റെസിപ്പിയൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിപ്പിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്ത് ചെയ്യുക, സ്വീകരിക്കാൻ പറ്റുന്നത് റെസിപ്പിയൻ്റ് അല്ലേ. ഡോണർ എന്ന് പറഞ്ഞാൽ എന്ത്? എല്ലാവർക്കും നൽകാൻ കഴിവുള്ളത് അല്ലെ. ഈ 2 മീനിങ് ആണ്. ക്വസ്റ്റ്യൻ 2 രീതിയിൽ ചോദിക്കാം നമുക്ക്. ഏതൊക്കെയാണ്? യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റും ചോദിക്കാം, അതുപോലെ എന്താണ് യൂണിവേഴ്സൽ ഡോണറും ചോദിക്കാം അല്ലേ. 2 രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരാം. യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ് എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? അതുപോലെ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ഡോണർ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ബ്ലഡ് ഗ്രൂപ്പിനും നൽകാൻ പറ്റുന്ന ബ്ലഡ് ഗ്രൂപ്പാണ് ഡോണർ എന്നറിയപ്പെടുന്നത്. റെസിപ്പിയൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ബ്ലഡ് ഗ്രൂപ്പിനെയും സ്വീകരിക്കാൻ പറ്റുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതെന്നുള്ളതാണ്. 2 ക്വസ്റ്റ്യനും ക്ലിയർ ആണ്. ഇനി നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യനകത്ത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഇതാണ് ദ യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ് അല്ലേ. യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ് എന്നറിയപ്പെടുന്നത് ഏത് ഗ്രൂപ്പിനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? AB പോസിറ്റീവ് ആണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നുണ്ട്? നമ്മുടെ യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് എന്നറിയപ്പെടുന്നത്. യൂണിവേഴ്സൽ ഡോണർ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് എന്ത് എഴുതണം? O നെഗറ്റീവ് ആണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Which hormone is known as the emergency hormone or
ഫൈറ്റ് ഓർ ഫൈറ്റ് ഹോർമോൺ. രണ്ട് രീതിയിൽ അറിയപ്പെടുന്നുണ്ട്. ഏതൊക്കെ രീതിയിലാണ് അറിയപ്പെടുന്നത്? എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏത് ഹോർമോണിനെയാണ്? അതുപോലെ തന്നെ എന്താണ് ഫൈറ്റ് ഓർ ഫൈറ്റ് ഹോർമോൺ എന്നറിയപ്പെടുന്നതും ഏത് ഹോർമോണിനെയാണെന്നാണ് കേട്ടോ. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഇൻസുലിൻ, ഓപ്ഷൻ ബി അഡ്രിനാലിൻ, ഓപ്ഷൻ സി തൈറോക്സിൻ, ഓപ്ഷൻ ഡി ഈസ്ട്രോജൻ. അല്ലേ, 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനകത്ത് എമർജൻസി ഹോർമോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പേടി തട്ടുമ്പോൾ അല്ലെങ്കിൽ എന്താണ് നമുക്ക് എന്തെങ്കിലും ടെൻഷൻ അടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബോഡിയിൽ ഹോർമോൺ ലെവൽ കൂടുന്നുണ്ട്. ഈ ഹോർമോണാണ് എമർജൻസി ഹോർമോൺ. അല്ലേ, നമ്മൾ ഏതെങ്കിലും ഒരു പട്ടി കടിക്കാൻ വരിക അല്ലെങ്കിൽ പാമ്പ് നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് ഓടി മാറും, അല്ലേ, പേടിച്ച് ഓടി മാറും. ആ സമയത്ത് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ട്. അല്ലേ, ഇതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ അന്നേരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത്. ഏതായിരിക്കും ആൻസർ എഴുതുക? ഓപ്ഷൻ ബി അഡ്രിനാലിനാണ് നമ്മൾ എന്ത് ചെയ്യുക? എമർജൻസി ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത്. അല്ലേ, ഇനി നോക്കിയേ, ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ബ്ലഡിനകത്തുള്ള ഷുഗറിനെ, അല്ലെ, ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുക? ഇൻസുലിൻ. ഈ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതാണ്? പാൻക്രിയാസ്. അല്ലേ, പാൻക്രിയാസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഇൻസുലിൻ ആണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പാൻക്രിയാസ് ആണ് നമ്മുടെ ബോഡിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോഴാണ് നമ്മൾ എന്തായിട്ട് മാറുന്നത്? ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആയിട്ട് മാറുന്നത്. അല്ലേ, ഡയബറ്റിക് പേഷ്യൻ്റ് ആയിട്ട് മാറുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസുലിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറവായിട്ടായിരിക്കും. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പുറത്തുനിന്ന് എന്ത് ചെയ്യുക? ഇൻസുലിൻ എന്ത് ചെയ്യുന്നു? ഇൻജെക്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ടാബ്ലറ്റ് ഒക്കെ കഴിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയബറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രോൾ ചെയ്ത് നിർത്തുന്നുണ്ട്. ഇനി അടുത്ത് നോക്കിയേ, തൈറോക്സിൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലേ, തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഇതെന്നറിയപ്പെടുക? തൈറോക്സിൻ എന്നറിയപ്പെടുന്നുണ്ട്. ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് കാണപ്പെടുക? അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡ് എവിടെയാണ്? വിൻഡ് പൈപ്പിന് ഇരുവശത്തായിട്ടും കാണപ്പെടുന്നുണ്ട്. അല്ലേ, ബട്ടർഫ്ലൈ ഗ്ലാൻഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതിനെയാണ്? തൈറോയ്ഡ് ഗ്ലാൻഡിനെയാണ് ബട്ടർഫ്ലൈ ഗ്ലാൻഡ് എന്നൊക്കെ അറിയപ്പെടുന്നത്. അല്ലേ, ഈ തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. അതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്ലാൻഡിനുണ്ടാകുന്ന വേറൊരു ഡിസീസാണ് എന്തെന്നറിയപ്പെടുക? ഗോയിറ്റർ എന്നറിയപ്പെടുന്നത്. അല്ലേ, ഗോയിറ്റർ എന്നറിയപ്പെടുന്നു തൈറോയ്ഡ് ഗ്ലാൻഡിനുണ്ടാകുന്ന ഡിസീസാണ്. ഈ ഗോയിറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? എന്തിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് അയഡിൻ്റെ കുറവ് മൂലം കഴിക്കുന്ന ഫുഡിനകത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി ഡിസീസാണ് എന്തെന്നറിയപ്പെടുക? ഗോയിറ്റർ എന്ന് അറിയപ്പെടുന്നത്. ഈസ്ട്രോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മിൽക്ക് പ്രൊഡ്യൂസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഈസ്ട്രോജൻ ആണ്. ഫീമെയിൽ ഹോർമോൺ ആണ്, അല്ലെ, ഈസ്ട്രോജൻ എന്ന് അറിയപ്പെടുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ട്യൂബർകുലോസിസ് ഈസ് എ ഡിസീസ് കോസ്ഡ് ബൈ. എന്താണ് പറഞ്ഞേക്കുക? ട്യൂബർകുലോസിസ്, TB ഡിസീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഏതിനെ ബാധിക്കുന്നതാണ്? ലങ്സിനെ ബാധിക്കുന്ന ഡിസീസാണ്. അല്ലേ, അല്ലെങ്കിൽ എന്താണ്? റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ, രണ്ട് രീതിയിൽ നമുക്ക് പറയാം. റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയോ അല്ലെങ്കിൽ എന്താണ് ലങ്സിനെയോ ബാധിക്കുന്ന ഡിസീസാണ് എന്തെന്നറിയപ്പെടുന്നത്? ട്യൂബർകുലോസിസ് എന്നറിയപ്പെടുന്നത്. അല്ലേ, ഈ ട്യൂബർകുലോസിസിനെതിരെ നമ്മളൊരു വാക്സിൻ എടുക്കുന്നുണ്ട്. ഏതാണ്? BCG വാക്സിൻ. കേട്ടോ? BCG കുഞ്ഞുങ്ങൾ ജനിച്ച്, അല്ലെ, ന്യൂബോൺ ബേബീസ് ജനിച്ചതിന് ശേഷം 2 ദിവസത്തിനുള്ളിലൊക്കെ എടുക്കുന്ന വാക്സിനാണ് എന്തെന്ന് പറയുക? BCG വാക്സിൻ. ഇത് ഏതിനെ തടയാൻ വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ എന്താണ്? ട്യൂബർകുലോസിസിനെ തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ TBയെ തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്നും അല്ല. നമ്മുടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ട്യൂബർകുലോസിസിനെ എന്ത് ചെയ്യുന്നുണ്ട്? കാരണം, അല്ലെ, ഡിസീസിന് കാരണമായിട്ടുള്ള പാത്തോജൻ താഴെ തന്നിരിക്കുന്നത് ഏതാണ്? പാത്തോജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗകാരി. അല്ലെ, വൈറസ് വരാം, ബാക്ടീരിയ വരാം, പ്രോട്ടസോ, അങ്ങനെ എന്ത് ചെയ്തോ ഇങ്ങനെയുള്ള ബാക്ടീരിയസിനെ നമ്മൾ എന്ത് അല്ലെങ്കിൽ എന്താണ് ഇതിനൊക്കെയുള്ള ജീവികളെയാണ് നമ്മൾ പാത്തോജൻസ് എന്നറിയപ്പെടുന്നത്. അതായത് ട്യൂബർകുലോസിസ് എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ TB എന്ന് പറയുന്നത് ഏത് പാത്തോജൻ കാരണമാണ് സ്പ്രെഡ് ആവുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വൈറസ്, ഓപ്ഷൻ ബി ബാക്ടീരിയ, ഓപ്ഷൻ സി ഫംഗൈ, ദെൻ ഓപ്ഷൻ ഡി പ്രോട്ടോസോവ. ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ബാക്ടീരിയ ആണ് എന്ന് പറയുക ട്യൂബർകുലോസ് ഡിസീസിന് കാരണമായിട്ടുള്ളത്. ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് TBക്ക് കാരണമായിട്ടുള്ളത്? ഏതാണ്? ബാക്ടീരിയ ആണ് കാരണമായിട്ടുള്ളത്. ക്ലിയർ ആണേ 4ാമത്തെ ക്വസ്റ്റ്യന്? ഓക്കെ, ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയിൽ 2026 ആർമി റാലീസിനുള്ള എല്ലാ കോഴ്സുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ് ആയിട്ടും ഓഫ്ലൈൻ ക്ലാസ് ആയിട്ടും നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് എന്നറിയപ്പെടുന്ന ഡെയിലി നമുക്ക് ലൈവ് ക്ലാസ്സസ് ആയിട്ടാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. ഡെയിലി ലൈവ് ക്ലാസ്സസ് കാണാൻ പറ്റാത്തവർക്ക്, ഇൻ കേസ് ഏതെങ്കിലും റീസൺ കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ സെയിം ക്ലാസ് നമുക്ക് ഈവനിങ്ങിനുള്ളിൽ നമ്മുടെ പേഴ്സണൽ ആപ്പിനകത്ത് റെക്കോർഡ് സെക്ഷനായിട്ട് കാണുന്നതാണ്. നിങ്ങൾക്ക് അത് ഫുള്ളായിട്ട് കാണാനായിട്ട് പറ്റും. ഈ ക്ലാസ്സിന് ശേഷം ഡെയിലി വർക്കൗട്ട് ഷീറ്റ് പേപ്പറും അതുപോലെ തന്നെ പ്രാക്ടീസ് പേപ്പറും റിവിഷൻ ക്ലാസ്സുകളും
നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സസ് എല്ലാം നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസും ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പേയ്മെൻറ്റും എല്ലാം ഇതിനെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഇൻഫർമേഷൻസോ ലഭിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. കറക്റ്റ് അപ്ഡേഷൻസ് നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ ആണേ? നമുക്ക് നെക്സ്റ്റ് കണ്ടന്റിലോട്ട് പോകാം. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു. വാട്ട് ഈസ് ദ ആവറേജ് ലൈഫ് സ്പാൻ ഓഫ് എ റെഡ് ബ്ലഡ് സെൽസ് അല്ലേ, RBC സെൽസിൻ്റെ ലൈഫ് സ്പാൻ എന്നറിയപ്പെടുന്ന താഴെ തന്നിരിക്കുന്നത് എത്ര ഡേയ്സ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 60 ഡേയ്സ്, ഓപ്ഷൻ ബി 120 ഡേയ്സ്, ഓപ്ഷൻ സി 150 ഡേയ്സ്, ഓപ്ഷൻ ഡി 200 ഡേയ്സ് അല്ലേ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻ നമ്മൾ പറഞ്ഞു RBC സെൽസ് എവിടെ ഫോം ചെയ്യുന്നുണ്ട്? ബോൺ മാരോയിൽ ഫോം ചെയ്യുന്നതാണ് റെഡ് ബ്ലഡ് സെൽസ് ആണ് അല്ലേ. അന്നേരം ബ്ലഡിനകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അയൺ ആണ്. നമുക്ക് എന്ത് ചെയ്യും? അയണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഡെഫിഷ്യൻസിയാണ് എന്തെന്നറിയപ്പെടുക? അനീമിയ എന്നറിയപ്പെടുക അല്ലേ. നമുക്ക് അയൺ കുറവ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നു? വിളർച്ച എന്നുള്ള ഡിസീസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് രോഗ ലക്ഷണങ്ങൾ വരുന്നുണ്ട്. അതിനെന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അയൺ കണ്ടന്റ് ആയിട്ടുള്ള ഫുഡും അതനുസരിച്ചുള്ള ടോണിക്കും ഒക്കെ നമ്മൾ സിറപ്പും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻടേക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ RBC സെൽസിൻ്റെ ലൈഫ് സ്പാൻ എന്നറിയപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 120 ഡേയ്സ് ആണ്, 120 ദിവസമാണ്. ബോൺ മാരോയിലാണ് എന്ത് ചെയ്യുക? ഈ RBC സെൽസും ഫോം ചെയ്യുന്നത്. ക്ലിയർ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓർഗൻ ഇൻ ദ ഹ്യൂമൻ ബോഡി ഈസ് പ്രൈമർലി അഫക്റ്റഡ് ബൈ ജോണ്ടിസ് അല്ലെ. ജോണ്ടിസ് എന്ന് പറയുന്ന ഡിസീസ് നമ്മുടെ ബോഡിയിൽ ഏത് പാർട്ടിനെയാണ് ബാധിക്കുക എന്നാണ്. ഓപ്ഷൻ എ ഹാർട്ട്, ഓപ്ഷൻ ബി ലങ്സ്, ഓപ്ഷൻ സി ലിവർ, ദെൻ ഓപ്ഷൻ ഡി കിഡ്നി. 4 നമ്മുടെ എന്താണ്? ബോഡി ഓർഗൻസ് ആണ്. ഈ ബോഡി ഓർഗൻസിനകത്ത് ഏതിനെയാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുക? ജോണ്ടിസ് എന്നറിയപ്പെടുന്ന ഡിസീസ് ബാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ലിവറിനെയാണ്. ഓപ്ഷൻ സി ഏതാണ്? ലിവറിനെയാണ്. ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. എന്താണ് ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ എന്നറിയപ്പെടുന്നത്? ഏതാണ്? ബ്ലഡ് പമ്പിങ് അല്ലേ. ബ്ലഡ് പമ്പിങ് ആണ് എന്തെന്ന് പറയുക? നമ്മുടെ ബോഡിയിൽ ബ്ലഡ് എല്ലാ പാർട്ടിലും എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഹാർട്ടാണ്. ഹാർട്ടിനെ കുറിച്ചുള്ള സ്റ്റഡി ആണെങ്കിൽ നമ്മൾ എന്തെഴുതണം? കാർഡിയോളജി അല്ലേ. കാർഡിയോളജിയാണ് സ്റ്റഡി ഓഫ് എന്തെന്ന് പറയുക? ഹാർട്ട് എന്നറിയപ്പെടുക. ഹാർട്ടിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള വേരിയേഷൻസ് കാണപ്പെടുന്നെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ECG എടുക്കുന്നുണ്ട്. ECGക്കകത്ത് വേരിയേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഹാർട്ടിന് ബ്ലോക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഹാർട്ടിനെ എന്ത് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് ലെയർ കാണപ്പെടുന്നുണ്ട്? പെരികാർഡിയം അല്ലേ. പെരികാർഡിയമാണ് നമ്മളെ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കാണപ്പെടുന്ന ലെയർ എന്നറിയപ്പെടുന്നത്. 4 ചേമ്പേർഡ് ഹാർട്ടാണ് നമ്മുടേത് അല്ലേ. 2 ഓറിക്കിൾസും 2 വെൻട്രിക്കിൾസും ചേർത്തുള്ള 4 ചേമ്പേർഡാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഹാർട്ട് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കി ലങ്സ്. എന്താണ് ലങ്സ് നോക്കി? എന്താണ് ഫംഗ്ഷൻ നോക്കി? എന്താണ്? റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് അല്ലേ. റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് എന്ത് ചെയ്യുകയാണ്? റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ലങ്സ് ആണ്. റെസ്പിറേറ്ററി സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്ത ഓർഗൻ എന്നറിയപ്പെടുന്നു. ഈ ലങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കാണപ്പെടുന്ന ലെയർ ആണ് എന്നറിയപ്പെടുക? പ്ലൂറ എന്ന് അറിയപ്പെടുന്നത് അല്ലേ. റെസ്പിറേറ്ററി സിസ്റ്റമായിട്ട് ഏറ്റവും കൂടുതലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗൻ ആണ് ലങ്സ് എന്നറിയപ്പെടുന്നു. ലങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കാണപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പ്ലൂറയാണ് ലങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കാണപ്പെടുന്ന ലെയർ എന്നറിയപ്പെടുന്നത്. ഇനി അടുത്ത് നോക്കിയേ ലിവർ എന്നല്ലേ. ലിവർ സിറോസിസ് കൂടുതലായിട്ടൊക്കെ നമ്മൾ ആൽക്കഹോളിക് പേഴ്സൺസ് ഒക്കെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ലിവർ സിറോസിസ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. ലിവർ എന്ത് ചെയ്യുന്നുണ്ട്? ഡാമേജ് ആവുന്നുണ്ട്. അത് കൂടുതലും എന്താണ് വരിക? ആൽക്കഹോളിക് കണ്ടന്റ് ആയിട്ടുള്ള എന്ത് ചെയ്യുന്നു? ഫുഡ് അല്ലെ. ആൽക്കഹോളിക് കണ്ടന്റ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ലിവറിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇനി അടുത്ത ഏതാണ്? കിഡ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളെ ബോഡിയിൽ എന്ത് ചെയ്യുകയാണ്? ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കിഡ്നിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻ അല്ലേ. കിഡ്നിയുടെ മെയിൻ ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നെഫ്രോൺസ് അല്ലേ. നെഫ്രോൺസ് ആണ് മെയിൻ ഫങ്ഷൻസ് ഗ്രൂപ്പ് അല്ലെ. ഫങ്ഷണൽ യൂണിറ്റ് നമ്മുടെ അറിയപ്പെടുന്നത് അല്ലേ. കിഡ്നിയുടെ മെയിൻ ഫങ്ഷണൽ യൂണിറ്റ് ആണ് നെഫ്രോൺസ് എന്നറിയപ്പെടുന്നത്. സ്റ്റഡി ഓഫ് കിഡ്നി ആണെങ്കിൽ എന്താണ്? നെഫ്രോളജി അല്ലേ. നെഫ്രോളജി ആണ് എന്തെന്നറിയപ്പെടുക? സ്റ്റഡി ഓഫ് കിഡ്നി എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണേ? ആറാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ സ്മോളസ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി ദ സ്റ്റേപ്പിസ് ഈസ് ഫൗണ്ട് ഇൻ. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും സ്മോളസ്റ്റ് ബോൺ എന്നറിയപ്പെടുന്നത് സ്റ്റേപ്പിസിനെയാണ്. ഈ സ്റ്റേപ്പിസ് കാണപ്പെടുന്നത് നമ്മുടെ ബോഡിയിൽ ഏത് ഓർഗനിലാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കാം നമുക്ക്. ഓപ്ഷൻ എ നോസ്, ഓപ്ഷൻ ബി ഇയർ, ഓപ്ഷൻ സി ഫിംഗേഴ്സ്, ദെൻ ഓപ്ഷൻ ഡി ടോസ്.
നോക്കി ഇതിനകത്ത് നോക്കാം, നമുക്കറിയാം എന്താണ് ബോണിനെ കുറിച്ചുള്ള സ്റ്റഡി. നമുക്ക് ആദ്യം നോക്കാം എന്താണ് ബോണിനെ കുറിച്ചുള്ള സ്റ്റഡി എന്നറിയപ്പെടുന്ന ഓസ്റ്റിയോളജി അല്ലേ. ഓസ്റ്റിയോളജി ആണ് സ്റ്റഡി ഓഫ് ബോൺസ് എന്ന് അറിയപ്പെടുന്നത്. ബോൺസിന് ഇനി അടുത്ത എന്താണ്, ബോൺസിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ബോൺസിനെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി നമ്മൾ കഴിക്കേണ്ട ഫുഡിനകത്ത് അടങ്ങിയ വൈറ്റമിൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. ഇനി അടുത്ത് നോക്കിയേ, അഡൽട്ട് പേഴ്സണിൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് ആണ് ചോദിക്കുന്നതെങ്കിൽ എത്രയാണ് എഴുതേണ്ടത്? 206 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് എന്ന് അറിയപ്പെടുന്നത്. ഇതെന്ത് ചെയ്യുന്നത്? ന്യൂ ബോൺ ബേബീസിൽ ചേഞ്ച് വരുന്നുണ്ട്. ന്യൂ ബോൺ ബേബീസിനാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നുണ്ട്? 300 ബോൺസ് ആണ് ന്യൂ ബോൺ ബേബീസിൽ കാണപ്പെടുന്ന ബോണുകളുടെ എണ്ണം എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? ഈ 300 ബോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? മോഡിഫൈ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? അഡൽട്ട് പേഴ്സണിൽ 206 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണ്? നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എന്താണ് സ്മോളസ്റ്റ് ബോൺ എന്നറിയപ്പെടുന്ന സ്റ്റേപ്പിസ് ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കേണ്ട ഇതാണ്, ലാർജസ്റ്റ് ബോൺ. നമ്മുടെ ബോഡിയിലെ ലാർജസ്റ്റ് ബോൺ എന്നറിയപ്പെടുന്നത്, ഏറ്റവും നീളം കൂടിയത് ലാർജസ്റ്റ് ബോൺ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നമ്മുടെ തുടയെല്ലാണ്, അല്ലെങ്കിൽ എന്താണ് ഫീമർ അല്ലെങ്കിൽ ഫെമർ എന്നറിയപ്പെടുന്ന എന്താണ് തുടയെല്ലാണ് നമ്മൾ എന്താണ് ലാർജസ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ഓക്കെ, നമ്മൾ 7ാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. 8ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ആസിഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഹ്യൂമൻ സ്റ്റൊമക്ക് ടു ഹെൽപ്പ് ഡൈജഷൻ? നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എന്ത് ചെയ്യുകയാണ്? ഡൈജഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആസിഡ് താഴെ തന്നിരിക്കുന്നത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ സൾഫ്യൂരിക് ആസിഡ്, ഓപ്ഷൻ ബി നൈട്രിക് ആസിഡ്, ഓപ്ഷൻ സി ഹൈഡ്രോക്ലോറിക് ആസിഡ്, ദെൻ ഓപ്ഷൻ ഡി സിട്രിക് ആസിഡ് അല്ലേ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് എന്താ ചോദിച്ചേക്കുന്നത്? ഹ്യൂമൻ സ്റ്റൊമക്കിനകത്ത് എന്ത് ചെയ്യുക? നമ്മളെ ഡൈജഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആസിഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ കാണപ്പെടുന്ന ആസിഡ് നമുക്കറിയാം ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? ഹ്യൂമൻ ബോഡിയിൽ കാണപ്പെടുന്ന ആസിഡ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സൾഫ്യൂരിക് ആസിഡ് നമുക്ക് എന്ത് ചെയ്യാം? പ്രത്യേകത നമുക്ക് നോക്കാം. എന്താണ്? കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ് അല്ലെ. കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ എന്താണ്? ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നു. ഏതാണ്? ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നതും ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സൾഫ്യൂരിക് ആസിഡിനെയാണ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്നും അറിയപ്പെടുന്നത്. നൈട്രിക് ആസിഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അക്വറീജ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അക്വറീജ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3:1 എന്നുള്ള റേഷ്യോയിൽ നമ്മളെന്താ നോബിൾ മെറ്റൽസ് ഡിസോൾവ് ആകുന്ന അല്ലെങ്കിൽ നോബിൾ മെറ്റൽസ് ഡിസോൾവ് ആകുന്ന സൊല്യൂഷനാണ് അക്വറീജ് എന്നറിയപ്പെടുന്നത്. ഇത് നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? നൈട്രിക് ആസിഡിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നോക്കിയേ, സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനകത്താണ് ലെമണിനകത്തൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സിട്രിക് ആസിഡ് ആണ് ലെമണിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡ്. അന്നേരം ആസിഡ് ബേസ് സോൾട്ട് എന്ന് പറയുന്ന ടോപ്പിക് ചാപ്റ്റർ ഉണ്ട്. ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് നമുക്ക് എന്ത് ചെയ്യാം? പ്രീവിയസ് ക്വസ്റ്റ്യനകത്ത് നിന്ന് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ നോർമൽ ബ്ലഡ് പ്രഷർ ഓഫ് എ ഹെൽത്തി അഡൽട്ട് അല്ലേ. ഒരു ഹെൽത്തി അഡൽട്ട് പേഴ്സണിൻ്റെ ബോഡിയുടെ അല്ലെ അല്ലെങ്കിൽ തന്നെ ബോഡിയിൽ കാണപ്പെടുന്ന നോർമൽ ബ്ലഡ് പ്രഷർ എന്നറിയപ്പെടുന്നത് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. എത്രയായിരിക്കും ആൻസർ? അറിയാം, ഏതാണ്? 100/70 mm ആണോ? 140/90 mm ആണോ? 120/80 ആണോ? 90/60 ആണോ? നമ്മുടെ ബ്ലഡ് പ്രഷർ നോർമൽ ബ്ലഡ് പ്രഷർ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ സി 120 എന്താണ് 80 അല്ലേ. HT ആണ് എന്തെന്നറിയപ്പെടുക? നമ്മുടെ നോർമൽ ആയിട്ടുള്ള ബോഡി പ്രഷർ എന്ന് അറിയപ്പെടുന്നത് അല്ലേ. അഡൽട്ട് പേഴ്സൺ, ഹെൽത്തി അഡൽട്ട് പേഴ്സണിൻ്റെ ബോഡി പ്രഷർ എന്നറിയപ്പെടുന്നത് എപ്പോഴും എത്ര ആയിരിക്കും? 120/80 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ ലീഡ്സ് ടു വിച്ച് ഡിസീസ്? എന്താ പറഞ്ഞേക്കുന്നത്? അയഡിൻ്റെ കുറവ് മൂലം ഡെഫിഷ്യൻസി ആയിട്ട് കാണപ്പെടുന്ന ഡിസീസ് താഴെ തന്നിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ സ്കർവി, ഓപ്ഷൻ ബി റിക്കറ്റ്സ്, ഓപ്ഷൻ സി അനീമിയ, ദെൻ ഓപ്ഷൻ ഡി ഗോയിറ്റർ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് എന്താ പറഞ്ഞേക്കുക? അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഡിസീസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നമുക്ക് എഴുതാം, ഏതാണ്? ഗോയിറ്റർ ആണ് അല്ലെ. തൈറോയ്ഡ് ഗ്ലാൻഡിന് ഉണ്ടാകുന്ന ഡിസീസാണ് ഗോയിറ്റർ എന്നറിയപ്പെടുന്നത്. ഈ ഗോയിറ്ററിന് കാരണമായിട്ടുള്ളത് ഏതാണ്? ഡെഫിഷ്യൻസി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഗോയിറ്ററിൻ്റെ ഡെഫിഷ്യൻസി ഏതാണ്? അയഡിൻ ആണ്. അയഡിൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഗോയിറ്റർ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാകാനായിട്ട് കാരണമാകുന്നുണ്ട്. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
വിച്ച് ഗ്യാസ് ഈസ് നോൺ ആസ് ലാഫിംഗ് ഗ്യാസ് അല്ലെ ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നത് ഏതെന്നാണ്? ഓപ്ഷൻ എ നൈട്രിക് ഓക്സൈഡ്, ഓപ്ഷൻ ബി നൈട്രജൻ ഡയോക്സൈഡ്, ഓപ്ഷൻ സി നൈട്രസ് ഓക്സൈഡ്, ഓപ്ഷൻ സി നൈട്രജൻ പെൻറ്റോക്സൈഡ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് എന്താ പറഞ്ഞേക്കുക? ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് ഏതിനാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നൈട്രിക് ഓക്സൈഡ് ആണോ നൈട്രസ് ഓക്സൈഡ് ആണോ? ഏതാണ് ആൻസർ? ഓപ്ഷൻ സി നൈട്രസ് ഓക്സൈഡിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുക? ലാഫിംഗ് ഗ്യാസ് എന്ന് അറിയപ്പെടുന്നത്, അല്ലെ ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിനെയാണ്? നൈട്രസ് ഓക്സൈഡിനെയാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണ്. നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഓക്കെ, ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലാണ് ആൻഡ്രോയിഡ് ആർമി നേവി SSC RRB. ഡെയിലി നമുക്ക് മോക്ക് ടെസ്റ്റുകൾ ലഭിക്കുന്നതും അതുപോലെ തന്നെ ലൈവ് സെക്ഷൻസിൻ്റെ എല്ലാ PDF ലഭിക്കുന്നതും ഈ ഒരു ടെലഗ്രാം ചാനലാണ്. നമുക്ക് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസിൻ്റെ അപ്ഡേഷൻസും എല്ലാം നമുക്ക് ഒരു ടെലഗ്രാം ചാനലിൽ ലഭിക്കുന്നതാണ്. ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ നമ്മുടെ ടെലഗ്രാം ചാനൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. കറക്റ്റ് അപ്ഡേഷൻസ് ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് വാട്ടർ ഇൻ നേച്ചറിൽ കാണപ്പെടുന്ന പ്യൂറസ്റ്റ് ഫോമിൽ കാണപ്പെടുന്നത് ഏത് വാട്ടർ എന്നാണ്? ഓപ്ഷൻ എ റിവർ വാട്ടർ, ഓപ്ഷൻ ബി റെയിൻ വാട്ടർ, ഓപ്ഷൻ സി സീ വാട്ടർ, ദെൻ ഓപ്ഷൻ ഡി വെൽ വാട്ടർ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതാണ് പ്യൂറസ്റ്റ് ഫോം ഓഫ് വാട്ടർ നേച്ചറിൽ കാണപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്? ഓപ്ഷൻ ബി റെയിൻ വാട്ടർ ആണ്, അല്ലേ? മഴവെള്ളമാണ് എന്തെന്ന് പറയുക? പ്യൂറസ്റ്റ് ഫോം ഓഫ് വാട്ടർ ഇൻ ദ നേച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് സബ്സ്റ്റൻസ് ഈസ് യൂസ്ഡ് ഇൻ ദ ടിപ്പ് ഓഫ് എ സേഫ്റ്റി മാച്ച് സ്റ്റിക്ക്? അല്ലേ, മാച്ച് സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തീപ്പെട്ടി അല്ലെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, മാച്ച് ബോക്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് സ്റ്റിക്ക് ഉണ്ട്, മാച്ച് സ്റ്റിക്സ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള സബ്സ്റ്റൻസ് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ്? ഓക്കെ, ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻസ് ഏതാണ്? വൈറ്റ് ഫോസ്ഫറസ്, ഓപ്ഷൻ ബി റെഡ് ഫോസ്ഫറസ്, ഓപ്ഷൻ സി സോഡിയം, ദെൻ ഓപ്ഷൻ ഡി പൊട്ടാസ്യം. ഏതായിരിക്കും ആൻസർ? നമുക്കറിയാം ഏത് കളറിലാണ് മാച്ച് ബോക്സിൻ്റെ ടിപ്പ് കാണപ്പെടുന്നത്? ഏകദേശം ഒരു റെഡിഷ് ബ്രൗൺ കളറിൽ എന്ത് ചെയ്യുന്നുണ്ട്? ടിപ്പ് കാണപ്പെടുന്നുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കി ഏതാണ്? വൈറ്റ് ഫോസ്ഫറസ് ആണോ? നമുക്ക് ഇതിനകത്തുനിന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റും. വൈറ്റ് ഫോസ്ഫറസ് അല്ല. അടുത്ത ഏതാണ്? റെഡ് ഫോസ്ഫറസ് ആണ്. നമുക്ക് നോക്കി ഇതിനകത്ത് കളറായിട്ട് കാണപ്പെടുന്ന ഏതിനേ ഉള്ളൂ? റെഡ് ഫോസ്ഫറസ് മാത്രമേ ഉള്ളൂ. സോഡിയം പൊട്ടാസ്യം എന്തിന് എക്സാമ്പിൾ ആണ്? സോഫ്റ്റ് മെറ്റൽസിന് എക്സാമ്പിൾ ആണ്, അല്ലേ? സോഫ്റ്റ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൈഫ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള സോഫ്റ്റ് മെറ്റൽസ് ആണ് സോഡിയം പൊട്ടാസ്യം എന്ന് അറിയപ്പെടുന്നത്. അന്നേരം നോക്കി ഇവ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹൈലി റിയാക്റ്റീവ് ആണ്. അതുകൊണ്ട് ഇവ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കെറോസിനകത്ത്, കെറോസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന, കെറോസിനകത്ത് സൂക്ഷിക്കുന്ന മെറ്റൽസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? സോഡിയം പൊട്ടാസ്യം. കാര്യം എന്താണ്? ഹൈലി റിയാക്റ്റീവ് ആണ്. അതുകൊണ്ട് സോഡിയം പൊട്ടാസ്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കെറോസിനകത്ത് സൂക്ഷിക്കുന്നുണ്ട്. ക്ലിയർ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എന്താണ് ടിപ്പ് അല്ലെ മാച്ച് ബോക്സിന്റെ ടിപ്പ് കാണപ്പെടുന്നത് ഏത് കളറിൽ അല്ലെങ്കിൽ എന്ത് നിറച്ചേക്കാന്ന് ചോദിച്ചാൽ എന്താണ്? റെഡ് ഫോസ്ഫറസ് കൊണ്ട് എന്ത് ചെയ്യുകയാണ്? കവർ ചെയ്തേക്കാണ്. 2 തരത്തിലാണ് ഫോസ്ഫറസ് കാണപ്പെടുന്നത്. വൈറ്റ് ഫോസ്ഫറസ് ഉണ്ട്, റെഡ് ഫോസ്ഫറസ് ഉണ്ട്. ഇതിൽ റെഡ് ഫോസ്ഫറസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? മാച്ച് ബോക്സിന്റെ ടിപ്പൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 14ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് മെറ്റൽ ഈസ് ദ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി? താഴെ തന്നതിനകത്ത് ഇലക്ട്രിസിറ്റി ഏറ്റവും നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുന്ന മെറ്റൽ ഏതെന്നാണ്? ഓപ്ഷൻ എ അയൺ, ഓപ്ഷൻ ബി അലൂമിനിയം, ഓപ്ഷൻ സി കോപ്പർ, ദെൻ ഓപ്ഷൻ ഡി സിൽവർ. അല്ലെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ചോദിച്ചത് ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. എന്താണ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ? ഇലക്ട്രിസിറ്റി നല്ല രീതിയിൽ കടത്തിവിടാൻ കഴിവുള്ള വസ്തുക്കളെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്നറിയപ്പെടുക. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രീതിയിലും ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യത്തില്ല? കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്റേഴ്സ് എന്നറിയപ്പെടുന്നത്. സ്റ്റഡി ഓഫ് ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം ഇലക്ട്രിസിറ്റി അല്ലെ കറണ്ടിനെ കുറിച്ചുള്ള സ്റ്റഡി അല്ലെങ്കിൽ എന്താണ് കറണ്ടിനെ കുറിച്ച് അല്ലെ കറണ്ട് മെഷർമെന്റ് ചെയ്യുന്ന SI യൂണിറ്റ് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ആംപിയർ ആണ്, അല്ലെ? ആംപിയർ ആണ് നമ്മൾ എന്തെന്ന് പറയുക? SI യൂണിറ്റ് ഓഫ് കറണ്ട് എന്ന് അറിയപ്പെടുന്നത്. കറണ്ട് മെഷർമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഉപകരണം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അമ്മീറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യുക? യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് എന്ന് പറയുന്നത്. നമ്മുടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇലക്ട്രിസിറ്റി ഏറ്റവും നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുന്ന മെറ്റൽ താഴെ തന്നതിനകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ എഴുതേണ്ടത്? ഓപ്ഷൻ ഡി സിൽവർ ആണ് എഴുതേണ്ടത്, അല്ലേ? സിൽവറിന് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? നല്ല രീതിയിൽ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. 2ാം സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്?
കോപ്പറിനാണ് സെക്കൻഡ് പ്ലേസ് അല്ലെ. രണ്ടാം സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്? കോപ്പറിനാണ്. ഫസ്റ്റ് പ്ലേസ് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്? സിൽവറിനാണ്. അലൂമിനിയം എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്, എർത്ത് ക്രസ്റ്റിൽ മോസ്റ്റ് അബഡൻ്റ് ആയിട്ട് കാണപ്പെടുന്ന മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഉത്തരം എഴുതേണ്ടത്? അലൂമിനിയമാണ് ഉത്തരം എഴുതേണ്ടത്. ക്ലിയർ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് വൈറ്റമിൻ B1? വൈറ്റമിൻ B1ൻ്റെ കെമിക്കൽ നെയിം താഴെ തന്നിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ റെറ്റിനോൾ, ഓപ്ഷൻ ബി തയാമിൻ, ഓപ്ഷൻ സി റൈബോഫ്ലോവിൻ, then ഓപ്ഷൻ ഡി അസ്കോർബിക് ആസിഡ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എന്താണ് കെമിക്കൽ നെയിം ഓഫ് വൈറ്റമിൻ B1? വൈറ്റമിൻ B1ൻ്റെ കെമിക്കൽ നെയിമാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്താണ് ഉത്തരം എഴുതേണ്ടത്? തയാമിനാണ് വൈറ്റമിൻ B1ൻ്റെ എന്തെന്നറിയപ്പെടുന്നുണ്ട്? കെമിക്കൽ നെയിം എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണ്? അന്നേരം നോക്കിയേ, വൈറ്റമിൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം നോക്കിയേ, വൈറ്റമിൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? നമ്മുടെ കണ്ണുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന ഡിസീസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്? അല്ലെങ്കിൽ ഏതിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് കണ്ണിനുണ്ടാകുന്ന രോഗങ്ങൾ വരാൻ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വൈറ്റമിൻ എ ആണ് കേട്ടോ. വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോൺസിനൊക്കെ സ്ട്രെങ്തിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ ചോദിച്ചാൽ വൈറ്റമിൻ ഡി ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ ഇ ആണ് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് അല്ലേ. സിട്രസ് ഫ്രൂട്ടിനകത്ത് നമുക്ക് ലഭിക്കുന്ന വൈറ്റമിൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വൈറ്റമിൻ സി ആണ്. അതുപോലെ തന്നെ സൺഷൈൻ, നമ്മൾ സണ്ണിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ലഭിക്കുന്ന വൈറ്റമിൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വൈറ്റമിൻ ഡി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സണ്ണിൽ നിന്ന് ഡയറക്റ്റ് ലഭിക്കുന്നുണ്ട്. ക്ലിയർ ആണേ? ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിനിഗർ കണ്ടെയ്ൻസ് വിച്ച് ആസിഡ്? വിനിഗറിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡ് താഴെ തന്നിരിക്കുന്നത് ഏതെന്നാണ്? ഓപ്ഷൻ എ നോക്കിയേ, ടാറ്റാറിക് ആസിഡ്, ഓപ്ഷൻ ബി അസെറ്റിക് ആസിഡ്, ഓപ്ഷൻ സി ഫോമിക് ആസിഡ്, ദെൻ ഓപ്ഷൻ ഡി ഓക്സാലിക് ആസിഡ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് വിനിഗർ അല്ലേ, വിനിഗർ എന്ന് പറഞ്ഞാൽ എന്താ? വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ഇതാണ് നമുക്കറിയാം. ടാറ്റാറിക് ആസിഡ് ഏതിനകത്താണ്? പുളി അല്ലേ, ടാമറിൻ്റിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡാണ് എന്തെന്ന് പറയുക? ടാറ്റാറിക് ആസിഡ്. ഇനി നോക്കിയാൽ ഫോർമിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻറ്റില്, വാസ്പില്, അതുപോലെ തന്നെ എന്താണ്? ഹണി ബീയിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്? ഫോർമിക് ആസിഡാണ്. ഓക്സാലിക് ആസിഡ് പറഞ്ഞാൽ എന്താണ്? ഇതിനകത്ത് ചോക്ലേറ്റിനകത്ത്, അതുപോലെ തന്നെ ചോക്ലേറ്റ്, ഒണിയനകത്തൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് എഴുതണം? ഓക്സാലിക് ആസിഡ് എഴുതണം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിനിഗറിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ എഴുതേണ്ടത്? അസെറ്റിക് ആസിഡാണ് ആൻസർ എഴുതേണ്ടത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഐസോടോപ്പ് ഓഫ് യുറേനിയം ഈസ് യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ്? ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഐസോടോപ്പ് യുറേനിയത്തിൻ്റെ ഏത് ഐസോടോപ്പാണ് നമ്മൾ എന്താണ് ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. U235, ഓപ്ഷൻ ബി U238, ഓപ്ഷൻ സി U233, ഓപ്ഷൻ ഡി U239 അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഐസോടോപ്പ് അല്ലേ, ഹൈഡ്രജന് 3 ഐസോടോപ്പ് നമുക്കറിയാം. ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷ്യം എന്നറിയപ്പെടുന്ന ഐസോടോപ്പാണ് ഉള്ളത്. ഈ ഐസോടോപ്പ് പോലെ തന്നെ എന്താണ്? യുറേനിയത്തിനും ഐസോടോപ്പ് ഉണ്ട്. ഈ യുറേനിയത്തിൻ്റെ ഏത് ഐസോടോപ്പാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ അല്ലെങ്കിൽ പവർ പ്ലാന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത്? ഓപ്ഷൻ എ യുറേനിയം 235 ആണ് നമ്മൾ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുന്നത്. എവിടെ യൂസ് ചെയ്യുന്നതാണ്? ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ യൂസ് ചെയ്യുന്ന ഐസോടോപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? യുറേനിയം 235 ആണ്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ ഓഫ് എ ലെൻസ്? അല്ലേ, നമുക്കറിയാം ലെൻസ് കോൺവെക്സ് ലെൻസ് ഉണ്ട്, കോൺകേവ് ലെൻസ് ഉണ്ട് അല്ലേ. ഈ കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസിലൊക്കെ എന്ത് യൂസ് ചെയ്യുന്നു? നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ പവർ മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ്, SI യൂണിറ്റ് നമുക്ക് ഓരോ ക്വാണ്ടിറ്റീസിനും ഉണ്ട്. കെൽവിൻ ഉണ്ട്, അതുപോലെ തന്നെ ആംപിയർ ഉണ്ട്, അതുപോലെ തന്നെ മോൾ ഉണ്ട്, അതുപോലെ തന്നെ ഓം ഉണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് ഒരു യൂണിറ്റ് ഉണ്ട്. നമ്മുടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ലെൻസിൻ്റെ പവർ മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് താഴെ തന്നിരിക്കുന്നത് ഏതെന്നാണ്? ഓപ്ഷൻ എ കാൻഡില, ഓപ്ഷൻ ബി ഡയോപ്റ്റർ, ഓപ്ഷൻ സി കെൽവിൻ, ഓപ്ഷൻ ഡി ലക്സ് അല്ലേ. കാൻഡില എന്ന് പറഞ്ഞാൽ എന്താണ്? ലൂമിനസ് ഇൻറ്റൻസിറ്റി അല്ലേ, ലൂമിനസ് ഇൻറ്റൻസിറ്റി ആണ് നമ്മൾ എന്തെന്നറിയപ്പെടുക? കാൻഡില എന്നറിയപ്പെടുന്ന യൂണിറ്റ് അല്ലേ. ഡയോപ്റ്റർ എന്താണ്? പവർ ഓഫ് ദ ലെൻസ്, ലെൻസിൻ്റെ പവർ മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഡയോപ്റ്റർ ആണ് യൂസ് ചെയ്യുന്നത്.
കെൽവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടി ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് ആണ് എന്തെന്ന് പറയുക? കെൽവിൻ എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ പേഴ്സൺ സിറ്റിംഗ് ഇൻ എ മൂവിങ് ട്രെയിൻ ഹാസ്, എന്താ പറഞ്ഞേക്കുന്നത്? എ പേഴ്സൺ സിറ്റിംഗ് ഇൻ എ മൂവിങ് ട്രെയിൻ, അല്ലെ ഒരു മൂവിങ് ട്രെയിനകത്ത് ഒരു പേഴ്സൺ ഇരിക്കുകയാണെങ്കിൽ ആ പേഴ്സണിൻ്റെ ബോഡിയിൽ കാണപ്പെടുന്ന എനർജി ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കാം നമുക്ക്. ഒൺലി കൈനറ്റിക് എനർജി, ഓപ്ഷൻ ബി ഒൺലി പൊട്ടൻഷ്യൽ എനർജി, ഓപ്ഷൻ സി ബോത്ത് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി, ഓപ്ഷൻ ഡി സീറോ എനർജി. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 4 ഓപ്ഷൻ ചോദിച്ചേക്കുന്നത് ഇതാണ്. എന്താണ്? എ പേഴ്സൺ സിറ്റിംഗ് ഇൻ എ മൂവിങ് ട്രെയിൻ, അല്ലെ മൂവിങ് ട്രെയിനകത്ത് ഒരു പേഴ്സൺ ഇരുന്ന് കഴിഞ്ഞാൽ ആ പേഴ്സണിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്യുന്ന എനർജി ഏതെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റ് മൂവ്മെൻറ്റിലൂടെ മാത്രം ലഭിക്കുമ്പോൾ, അല്ലെ ഒബ്ജക്റ്റ് മൂവ്മെൻറ്റിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ലഭിക്കുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. പക്ഷേ ഇവിടെ നമ്മൾ പറയാൻ പറ്റില്ല, ട്രെയിൻ മൂവ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിനകത്ത് എന്താണ്? ആ പേഴ്സൺ ഇരിക്കുകയാണ്, അല്ലേ? അന്നേരം നമുക്ക് കൈനറ്റിക് എനർജി മാത്രം ഉത്തരം നൽകാനായിട്ട് പറ്റില്ല. അടുത്ത ഓപ്ഷൻ ഇതാണ്, ഒൺലി പൊട്ടൻഷ്യൽ എനർജി. ആ വ്യക്തി എന്താണ്? ഒരിടത്ത് സ്റ്റേബിളായിട്ട് ഇരിക്കുകയല്ല, പക്ഷേ എന്താണ്? ട്രെയിൻ ഓടുന്നുണ്ട്, ആ വ്യക്തി എന്ത് ചെയ്യുകയാണ്? ഒരു പ്ലേസിൽ സ്ഥിരമായിട്ട് ഇരിക്കുകയാണ്. അതിനകത്ത് നമുക്ക് പൊട്ടൻഷ്യൽ എനർജി നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ഓപ്ഷൻ നോക്കി. ഓപ്ഷൻ സി ആണ്. ബോത്ത് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, സീറോ എനർജി ഉണ്ട്. അവിടെ സീറോ എനർജി കാണത്തില്ല. കാര്യം എന്താണ്? ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്, വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്? ആ പ്ലേസിൽ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആൻസർ എന്തായിരിക്കും എഴുതേണ്ടത്? ബോത്ത് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദ സ്കൈ അപ്പിയേഴ്സ് ബ്ലൂ ഡ്യൂ ടു ദ ഡാഷ് ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ ഏത് പ്രതിഭാസം അനുസരിച്ചിട്ടാണ് നമ്മുടെ സ്കൈ എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലൂ കളറിൽ കാണപ്പെടുന്നുണ്ടത്. ഓപ്ഷൻ എ റിഫ്ലക്ഷൻ, ഓപ്ഷൻ ബി റിഫ്രാക്ഷൻ, ഓപ്ഷൻ സി സ്കാറ്ററിങ്, ദെൻ ഓപ്ഷൻ ഡി ഡിസ്പേർഷൻ. എന്താണ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? സ്പ്ലിറ്റിംഗ് ഓഫ് ലൈറ്റ്, അല്ലെ സ്പ്ലിറ്റിംഗ് ഓഫ് ലൈറ്റ് ഇൻറ്റു 7 കളേഴ്സ്, അല്ലേ? വൈറ്റ് ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? 7 കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡിസ്പേർഷൻ എന്നറിയപ്പെടുന്നത്. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ്, അല്ലേ? ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് ആണ് എന്തെന്നറിയപ്പെടുക? റിഫ്ലക്ഷൻ എന്നറിയപ്പെടുക. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെൻഡിങ്, അല്ലേ? ബെൻഡിങ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്? റിഫ്രാക്ഷൻ ആണ്. ഇനി നോക്കിയേ സ്കാറ്ററിങ്. നോക്കിയേ ഇതിനകത്ത് ഏതായിരിക്കും ആൻസർ വരുന്നത്? നോക്കിയേ ഏതായിരിക്കും ആൻസർ? ദ സ്കൈ അപ്പിയേഴ്സ് ബ്ലൂ ഡ്യൂ ടു ദ, അല്ലേ? സ്കൈ എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലൂ കളറിൽ കാണപ്പെടുന്നുണ്ട്. അതുപോലെ സൺഷൈൻ ടൈമിലും അതുപോലെ സൺസെറ്റ് ടൈമിലും, അല്ലേ? സൺസെറ്റ് ടൈമിലും എന്ത് ചെയ്യുന്നുണ്ട്? സ്കൈ എന്ത് ചെയ്യുന്നുണ്ട്? റെഡിഷ് കളറിൽ കാണപ്പെടുന്നുണ്ട്. ഇതിൻ്റെ റീസൺ ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ് എഴുതേണ്ടത്? ഓപ്ഷൻ സി സ്കാറ്ററിംഗ് ആണ് എഴുതേണ്ടത് കേട്ടോ. സ്കാറ്ററിംഗ് ഉള്ള പ്രോസസ്സാണ് എന്ത് ചെയ്യുക? സ്കൈ ബ്ലൂ കളറിൽ കാണപ്പെടുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? എന്താണ്? റെഡിഷ് സൺഷൈനിന് മുമ്പിലും സൺസെറ്റിന് മുമ്പിലും എന്ത് ചെയ്യുന്നുണ്ട്? സ്കൈ എന്ത് ചെയ്യുന്നുണ്ട്? റെഡിഷ് കളറിൽ കാണപ്പെടുന്നത്. ക്ലിയർ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സൗണ്ട് വേവ്സ് കനോട്ട് ട്രാവൽ ത്രൂ. സൗണ്ട് വേവ്സ് ട്രാവൽ ചെയ്യാത്ത മീഡിയമാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ സ്റ്റീല്, ഓപ്ഷൻ ബി വാട്ടർ, ഓപ്ഷൻ സി എയർ, ദെൻ ഓപ്ഷൻ ഡി വാക്വം. അല്ലെ നമുക്കറിയാം എന്താണ്? സൗണ്ട് സഞ്ചരിക്കണമെങ്കിൽ എന്താവശ്യമാണ്? ഒരു മീഡിയം ആവശ്യമാണ്, അല്ലേ? ഒരു മോളിക്യൂൾസ് അല്ലെങ്കിൽ എന്താണ്? മീഡിയം ആവശ്യമാണ്. ഇതിനകത്ത് മീഡിയം ഇല്ലാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റീലിനകത്തുണ്ട്, വാട്ടറിനകത്തുണ്ട്, എയറിനകത്തുണ്ട്. പക്ഷേ എന്തില്ല? ശൂന്യതയിൽ എന്തില്ല? മോളിക്യൂൾസ് കാണപ്പെടത്തില്ല. മോളിക്യൂൾസ് കാണപ്പെടണം, അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓഡിബിൾ റേഞ്ച് കൂടെ നോക്കി വെക്കണം. 20 ഹെർട്സ് തൊട്ട് 20,000 ഹെർട്സ് വരെയാണ് നമുക്ക് എന്ത് ചെയ്യുക? ഓഡിബിൾ റേഞ്ച് എന്നറിയപ്പെടുന്ന ശ്രവണ പരിധി എന്ന് അറിയപ്പെടുന്ന 20 ഹെർട്സ് തൊട്ട് 20,000 ഹെർട്സ് വരെയാണ് നമ്മുടെ അല്ലെങ്കിൽ ഓഡിബിൾ റേഞ്ച് എന്നറിയപ്പെടുന്നത്. ഇതിന് താഴെയാണെങ്കിൽ എന്തായിരിക്കും? ഇൻഫ്രാസോണിക്കും. ഇതെന്തായിരിക്കും? അൾട്രാസോണിക്കുമായിരിക്കും. ഈ 2 സൗണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓഡിബിളായിട്ട് കേൾക്കാനായിട്ട് പറ്റില്ല. ബാക്കി എന്ത് ചെയ്യുന്നു? ഈ 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയ്ക്കുള്ള സൗണ്ട് മാത്രമായിരിക്കും എന്ത് ചെയ്യുക? നമുക്ക് ഓഡിബിളായിട്ട് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നോക്കി. സ്റ്റീൽ ഏറ്റവും നല്ല രീതിയിൽ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന മീഡിയം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? സ്റ്റീലാണ്. സ്റ്റീലിൽ എന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിൽ പ്രൊപ്പഗേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് സോളിഡിനകത്താണ്. സോളിഡിനകത്ത് ഏതിനകത്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സ്റ്റീലിനകത്താണ് എന്ത് ചെയ്യുക? ഏറ്റവും നല്ല രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ?
വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ പ്യൂരിറ്റി ഓഫ് മിൽക്ക്? മിൽക്കിൻ്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ലാക്ടോമീറ്റർ, ഓപ്ഷൻ ബി ഹൈഗ്രോമീറ്റർ, ദെൻ ഓപ്ഷൻ ഡി ബാരോമീറ്റർ, ദെൻ ഓപ്ഷൻ ഡി ഗാൽവനോമീറ്റർ. ഏതാണ് പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുക? മിൽക്കിൻ്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ എ ലാക്ടോമീറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 23ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. The temperature at which Celsius and Fahrenheit scale shows the same reading. അല്ലേ, എന്താണ് പറഞ്ഞാൽ ഏത് ടെമ്പറേച്ചറിലാണ് കെൽവിൻ സ്കെയിലും അതുപോലെ തന്നെ എന്താണ് ഫാരൻഹീറ്റ് സ്കെയിലും ഒരേ രീതിയിൽ കാണിക്കുന്നത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് സെൽഷ്യസ് ആൻഡ് ഫാരൻഹീറ്റ് സ്കെയിൽ ഷോസ് ദ സെയിം റീഡിങ്. ഒരേ റീഡിങ് കാണിക്കുന്നത് ഏതായിരിക്കും എന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ, -40 ആണ് എന്ന് പറയുക ഫാരൻഹീറ്റ് സ്കെയിലും കെൽവിൻ സ്കെയിലും എന്ത് ചെയ്യുന്നുണ്ട്? ഒരേ റീഡിങ് കാണിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, നമുക്ക് കഴിഞ്ഞ വട്ടത്തെ TAക്കൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു, അതുകൊണ്ട് സ്കിപ്പ് ചെയ്തത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡെൻസിറ്റി, വാട്ടറിൻ്റെ മാക്സിമം ഡെൻസിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതണം? 4 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് പറയുക വാട്ടറിൻ്റെ മാക്സിമം ഡെൻസിറ്റി എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണേ? ഓക്കെ, 24ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് മിറർ ഈസ് യൂസ്ഡ് ആസ് എ റിയർ വ്യൂ മിറർ ഇൻ എ വെഹിക്കിളിനകത്ത് കാണപ്പെടുന്ന റിയർ വ്യൂ മിററായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതിനെയാണ്? ഓപ്ഷൻ എ കോൺകേവ്, ഓപ്ഷൻ ബി കോൺവെക്സ്, ഓപ്ഷൻ സി പ്ലെയിന്, ദെൻ ഓപ്ഷൻ ഡി പാരബോളിക്. അല്ലേ, 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് റിയർ വ്യൂ മിററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതിനെയാണ്? റിയർ വ്യൂ മിററായിട്ട് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കോൺവെക്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? റിയർ വ്യൂ മിററായിട്ട് യൂസ് ചെയ്യുന്നത്. എന്താണ് റിയർ വ്യൂ മിറർ എന്ന് പറഞ്ഞാൽ? ഡ്രൈവർ ഇരിക്കുന്നതിന് നേരെ ഫ്രണ്ടിൽ കാണപ്പെടുന്ന മിററാണ് റിയർ വ്യൂ മിറർ എന്നറിയപ്പെടുന്നത്. അത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്, കോൺവെക്സ് മിററാണ് നമ്മൾ എന്ത് ചെയ്യുക അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കി, ഓസോൺ ലെയർ ഈസ് ദ അറ്റ്മോസ്ഫിയർ പ്രൊട്ടക്റ്റ് ഫ്രം ആസ്. ഓസോൺ ലെയർ നമ്മൾ എന്ത് ചെയ്യുന്നു? ഏതിൽ നിന്നാണ് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നത്? ഓപ്ഷൻ എ എക്സ് റേസ്, ഓപ്ഷൻ ബി ഗാമ റേസ്, ദെൻ ഓപ്ഷൻ സി അൾട്രാവയലറ്റ് റേസ്, ദെൻ ഓപ്ഷൻ ഡി ഏതാണ്? ഇൻഫ്രാറെഡ് റേസ്. 4 റേസിൻ്റെ പേര് തന്നിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് ഓസോൺ ലെയറിന് ഡിപ്ലീഷന് കാരണമായിട്ടുള്ളത്? CFC ആണ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് ഓസോൺ ലെയറിന് ഡിപ്ലീഷന് കാരണമായിട്ടുള്ളത്. ഈ കൂടുതലായിട്ട് എന്ത് CFC വരുമ്പോഴത്തേക്ക് എന്ത് ഇതിനകത്ത് ഹോള് വീഴുന്നുണ്ട്. ഈ ഹോള് വീണ് കഴിഞ്ഞാൽ എന്ത് പറ്റും? സണ്ണിൽ നിന്നുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള UV റേസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സ്കിന്നിനകത്ത് പതിക്കുകയും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സ്കിൻ ക്യാൻസർ പോലുള്ള ഡിസീസ് അല്ലെ, എന്താണ് സ്കിൻ ക്യാൻസർ പോലുള്ള ഡിസീസ് പടരാനായിട്ട് മീൻസ് അല്ലെങ്കിൽ എന്താണ് പിടിപെടാനായിട്ടുള്ള കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് ഈ CFC അല്ലേ, ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ത് ചെയ്യുന്നത്? കൂടുതലായിട്ട് എമിറ്റ് ചെയ്യുന്ന AC-ക്കകത്തുനിന്നും അതുപോലെ തന്നെ റെഫ്രിജറേറ്ററിനകത്തു നിന്നൊക്കെയാണ്. ഇതിലെന്ത് ചെയ്യുന്നുണ്ട്? ഇതിനകത്ത് നിന്ന് കൂടുതലായിട്ട് എമിറ്റ് ചെയ്യുമ്പോൾ ഓസോൺ ലെയറിലെ ഡിപ്ലീഷൻസ് കാരണമാകുന്നുണ്ട്. പക്ഷെ നോക്കി, ഇത് ഈ ഡിപ്ലീഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഹാംഫുള്ളായിട്ട് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രശ്നക്കാരായിട്ട് വരുന്നതെന്ന് ചോദിച്ചാൽ ഏതാണ്? സണ്ണിൽ നിന്നുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള UV റേസ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെയാണ്. നമ്മുടെ വീഡിയോ സെക്ഷനിൽ നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തത്. ഈ 25 ക്വസ്റ്റ്യൻ നമുക്ക് NAക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾ അടുത്തൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ആ ഓപ്ഷൻസ് അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും ഈ 25 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. ഇതിൻ്റെ അഡീഷണൽ പോയിന്റ്സ് നിങ്ങൾ പഠിക്കണം. ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോ സെക്ഷനുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.